ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോപ്പി പ്ലേ ടൈമിൻ്റെ തേർഡ് പാർട്ടായിട്ട് വന്നേക്കുവാണ്. തേർഡോ ഫോർത്തോ കണ്ട എന്തോ കമൻറ്റ് ഞാൻ പറഞ്ഞോളാം, എന്തോ ടൈറ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പം ഇന്നലെ നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കറണ്ട് പോയായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ കറണ്ട് ശരിയാക്കുന്ന പരിപാടിയാണ്. ഇന്നലെ കീ കിട്ടിയായിരുന്നു. കീ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനി നേരെ നമുക്ക് ഹോം സ്വീറ്റ് ഹോമിലോട്ട് പോകണം. അവിടെ ചെന്നിട്ട് കറണ്ട് വരുത്തണം. അവിടെ ചെന്നിട്ട് എന്തായാലും ഇവർ കുറച്ച് കളിപ്പിക്കുമെന്നൊക്കെ എനിക്കറിയാം. അത് വേറെ കാര്യം. നേരെ ഹോം സ്വീറ്റ് ഹോമിലോട്ട് പോകണം. ഈ ഹോം സ്വീറ്റ് ഹോം എവിടെയാണെന്നോ അറിയത്തില്ല. ഒന്നെങ്കിൽ ചിലപ്പോൾ ഇതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കും. അതാവാനായിരിക്കും സാധ്യത. എന്താണെന്ന് വെച്ചാൽ അവിടെ അത് മേഘമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഹോം സ്വീറ്റ് ഹോമാണെന്ന്. ഹോം സ്വീറ്റ് ഹോമിലൊക്കെ മോൺസ്റ്റേഴ്സൊക്കെ ഉണ്ട്. പിന്നെ റെഡ് സ്മോക്ക് ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി കാണാം. അവിടെ ചെന്ന് കാണുന്നതിന് മുന്നേ നമുക്ക് പാട്ടും വയ്ക്കാം. പിന്നെ നിങ്ങൾ ഇതുവരെയായിട്ട് അത് ചെയ്തില്ലേ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ല അമർത്തണം. പിന്നെന്തുവായിരുന്നു, ലൈക്ക് അടിക്കണം. ഇത് തന്നെ പറഞ്ഞേക്കുന്നത്. ഇത് ചെയ്താൽ എനിക്ക് സന്തോഷമാവും. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. പിന്നെ നമുക്ക് ഹോം സ്വീറ്റ് ഹോമിൽ കയറിയപ്പം ഒരു പുകയുണ്ടായിരുന്നു. അതടിച്ചപ്പോൾ നമ്മുടെ കൈയെല്ലാം പോയി. പിന്നെ ഇതിനകത്ത് ഹഗ്ഗിയൊക്കെ വരുമെന്ന് പറയുന്നത് കേട്ട്. അതും നൈറ്റ് മെയർ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ടറിയാമല്ലോ. ഈ യൂട്യൂബേഴ്സ് ചിലപ്പോൾ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്താ, എങ്ങോട്ട് പോകണം? ലെഫ്റ്റ് പോവാം. ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ കുറേ എന്തൊക്കെയോ പേടിപ്പിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അതെന്തെങ്കിലും കാര്യമായിരിക്കും. ഇന്ന് പക്ഷേ നമ്മൾ കറണ്ട് പകുതിയോളം വരുത്തി കഴിഞ്ഞിട്ട് വീഡിയോ നിർത്താനാണ് ഞാൻ തീരുമാനിച്ചത്. ഗൈസ്, ഇതാരാ? ഏതോ ഒരാൾ പറയുന്നുണ്ട് ഒരു യങ് ബോയിൻ്റെ ബോഡി കിട്ടിയെന്ന്. അതെന്തേലും ആട്ടെ. ആ യങ് ബോയ് ഇനി പ്ലെയർ തന്നെയാണോ? അങ്ങനെ വരാൻ വരില്ലല്ലോ. എന്തായാലും ഹോം സ്വീറ്റ് ഹോമിലില്ലേ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ മൊത്തം ക്യാറ്റ്നാപ്പ് മാന്തി വെച്ചേക്കുക. ഈ ക്യാറ്റ്നാപ്പിന് വേറെ പണിയില്ല. ഈ ഒരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അതെന്തുവാ? നമ്മുടെ ക്യാറ്റ്നാപ്പ് മാന്തുന്നതാണ്. അല്ലാതെ എൻ്റെ വീട്ടിൽ പൂച്ച ഒന്നുമില്ല. ഈ ക്യാറ്റ്നാപ്പ് ഗെയിമിൽ കിടന്ന് മാന്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ക്യാറ്റ്നാപ്പിനെ 2 ഇടി കൊടുത്തു. അല്ല പിന്നെ ഇതാണ് പോപ്പിൻ്റെ കളികളുടെ 4th പാർട്ട്. 4th ആണോ 3rd ആണോ അറിയത്തില്ല. ചിലപ്പോൾ
4th ആവാൻ ചാൻസ് ഉണ്ട്. അത് വേറെ കാര്യം. ഇതെന്ത് സാധനം? ഇതെന്ത് തേങ്ങ? ഇച്ചിരി സൗണ്ട് കൂട്ടാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പിന്നെ ലാപ്ടോപ്പ് ഇതുവരെയായിട്ടും വന്നില്ല ഗൈസ്. ലാപ്ടോപ്പ് വരണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിയണം, എന്നാലേ ലാപ്ടോപ്പ് വരത്തുള്ളൂ. അത് വേറെ കാര്യം. പിന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ ഹഗ്ഗി വഗ്ഗി വരണം എന്നാണല്ലോ എൻ്റെ പ്രാർത്ഥന. എനിക്ക് ഹഗ്ഗി വഗ്ഗിനെ ഒന്ന് കാണണം. കുറേ നാളായിട്ട് അവൻ എന്നെ കൊന്നുകൊണ്ടിരിക്കുക. ഈ പ്രാവശ്യമെങ്കിലും അവനെ ഫസ്റ്റ് ട്രയൽ കൊല്ലണം. ഇല്ല, എനിക്കൊരു സമ്മോദനമില്ല. ഈ ഹഗ്ഗി വഗ്ഗി എവിടെ പോയി കിടക്കുക? ഹഗ്ഗി വഗ്ഗിയെ ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാ ഹഗ്ഗി വഗ്ഗി. അങ്ങനെയാണല്ലോ നീ കഴിഞ്ഞ പ്രാവശ്യം വന്നേ. ഒളിച്ചിരുന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ ഫ്രണ്ട് വന്നേക്കുക എന്ന് പറഞ്ഞ്. ഇനി എന്തുവാ അങ്ങോട്ട് പോവാം. ഇനിയെങ്കിലും ഒന്ന് എത്തുമോ? ഈ ഹഗ്ഗി വഗ്ഗിനെ കൊണ്ട് ഒളിച്ചിരിക്കുക അവൻ. എടുത്തോളാം ഞാൻ. നമ്മുടെ ഒലിയൊക്കെ എന്താടെ? ഒലീൻ്റെ ഒന്നും ഒരു വിവരവും ഇല്ല. എന്തൊക്കെ വരുന്നു ഒലി ഞാനൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. ഇതെന്തുവാ? ക്യാറ്റപ്പ് മാന്തി വെച്ചേക്കുന്ന കണ്ടോ ഗൈസ്? ഈ ഒരയ്ക്കുന്ന ശബ്ദം, എനിക്കിത് ഒരയ്ക്കുന്ന ശബ്ദം ഭയങ്കര ഇഷ്ടമല്ല. അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടക്കുറവുണ്ട്. പിന്നെ ഇത് വേറെ കാര്യം. ഈ ഒലി എന്താണ് വിളിക്കാത്ത? ഒലി വിളിക്കുന്ന ശബ്ദം ഭയങ്കര രസമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നാളത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പോപ്പി പ്ലേ ടൈം തന്നെയാണേ, അല്ലാതെ വേറെ ഗെയിമൊന്നും അല്ല. സാധാരണ അത് തന്നെയാണല്ലോ വരുന്നത്. ഈ പോപ്പി പ്ലേ ടൈം തീർന്നിട്ട് വേണം ഇനി അടുത്ത ഗെയിം തുടങ്ങാൻ. അടുത്ത ഗെയിം ഏതാണെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. ഗ്രാനി ആക്കാമെന്ന് വിചാരിച്ചു. ഗ്രാനീൻ്റെ മൊത്തം ഞാൻ സ്കിപ്പും ചെയ്തിട്ടുണ്ട്. 3 ഈ പോപ്പി പ്ലേ ടൈം മൊത്തം കരിഞ്ഞിട്ടെന്തുവാ തുടങ്ങുന്ന ഞാൻ ഗ്രാനിയാണേ. ഗ്രാനീൻ്റെ 3ാമത്തെ പാർട്ടായിട്ടുള്ള ട്രെയിൻ എസ്കേപ്പ്. പിന്നെന്തുവാ ഗ്രാനീൻ്റെ 4 പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. 4 ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഗായ്സ്, ഒലി വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കട്ടെ. ഒലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓടാൻ. എങ്ങോട്ട് ഓടാനാ? ഹൊറർ ഗെയിമിൽ ഇനി ഓടാൻ പറ്റത്തില്ലല്ലോ, പെട്ടുപോയല്ലോ ഒലി. എന്താ ചെയ്യാനോ ഒലി? ഒന്നും പറയണ്ട. ഈ ഒലി വിളിച്ചിട്ട് ഇതെന്തുവാ ഗായ്സ്? എന്താ ഡും 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 ഒരു ശബ്ദം കേൾക്കുന്നത് എന്താണെന്നറിയാമോ? ആ ശബ്ദം ഇങ്ങനെ ക്യാറ്റ്നാപ്പ് എന്തുവാ ഡും 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 ഇങ്ങനെ എന്തുവാ ചവിട്ടുന്നതിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. അത് വേറെ കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ഓഫായി മിന്നുകൊണ്ട്, അത് വേറെ കാര്യം. പിന്നെ എരപ്പ് കേൾക്കണം ഫാനിൻ്റെ, അത് സ്ഥിരമാണല്ലോ. പിന്നെന്തുവാ? പിന്നെ നിങ്ങൾക്ക് കുറച്ച് നേരം പാട്ട് കേൾക്കാം. ഗായ്സ്, നമ്മൾ ഇതുവരെയായിട്ട് ഹഗ്ഗി വഗ്ഗിനെ കണ്ടില്ല. അപ്പം ഇനി ഹഗ്ഗി വഗ്ഗി ഇല്ലേ? അങ്ങനെയും ആവാം. ഈ ഹഗ്ഗി വഗ്ഗിനെ കാണാനില്ലല്ലോ, കുറേ നേരമായിട്ട് കാണാനില്ല. എന്താണെന്ന് വെച്ചാൽ അവൻ ചിലപ്പോൾ എവിടെ ഇരിക്കുക, എന്തോ ഒരു ടി വിന്നൊക്കെ ഇറങ്ങി വരുമെന്ന്. എനിക്കിതൊന്നും വിശ്വാസമൊന്നുമില്ല.
ഹാൻസ് എനിക്ക് വായിക്കാൻ പഠിക്കാം. ഈ ക്യാറ്റാപ്പ് എന്തിനാണോ ഇവിടെ മാന്തി വെച്ചേക്കുന്നത്? ക്യാറ്റാപ്പിന് ഇച്ചിരി സുഖക്കുറവിൻ്റെ കുറവുണ്ട് ഗൈസ്. ക്യാറ്റ്നാപ്പിനെ ഞാൻ എന്തായാലും കറണ്ട് അടിപ്പിച്ച് കൊല്ലും. എൻ്റെ ഗ്രീനാൻറ്റിൻ്റെ പവർ ക്യാറ്റാപ്പിന് അറിയത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം കളിക്കാൻ നോക്കിയത് ഒറ്റയ്ക്കിരുന്നു. ക്യാറ്റ്നാപ്പൊക്കെ വന്ന് എന്നെ തല്ലി കൊല്ലുമായിരുന്നു. ഓർക്കാൻ കൂടി വയ്യ ഗൈസ്. ഇത് ശരിക്കും ലൂപ്പിലാണ് നമ്മൾ പെട്ടത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്താ ഈ റേഡിയോ ഒക്കെ നമ്മൾ 2 പ്രാവശ്യം കണ്ടായിരുന്നു. ഈ എഴുത്തും എല്ലാം നമ്മൾ 2 പ്രാവശ്യം കണ്ട്. എന്തിനാണോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റേഡിയോ കൊണ്ടുവച്ചേക്കുന്നത്? വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി. നമ്മൾ വിചാരിക്കും ആരും സംസാരിക്കുന്നതാണ്. നമ്മളല്ല ഞാൻ. ഇപ്പുറത്തോട്ട് പോവാം. ഇപ്പുറത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ട് പോയാൽ ഒന്നും തന്നെയും കാണത്തില്ല. അത് വേറെ കാര്യം. ഇങ്ങോട്ട് പോയിട്ട് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങോട്ട് പോകണം. ആ ചുമന്ന വട്ടത്തിലോട്ട് പോകണം. അങ്ങോട്ട് പോവാം. ചുമന്ന വട്ടം കാണണ്ട. അല്ല, ചുമന്ന വട്ടോട്ട് പോവാം. വേണ്ട അല്ലേ, ചുമന്ന വട്ടോട്ട്. ക്യാറ്റാപ്പ് പോവുകയുണ്ടോ ഗൈസ്? ക്യാറ്റ്നാപ്പ് ഉള്ളടുത്തായിരുന്നു പെട്ടതു. നല്ല സ്ഥലത്തിലാണ് അയാൾ പെട്ടത്. ഹോം സ്വീറ്റ് ഹോമിൽ ക്യാറ്റ്നാപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഈ കൈ എന്തേന്നാ? എന്തൊക്കെയായിരുന്നു ഹോളോഗ്രാം, ഹഗി വഗി. എനിക്ക് ആ ഹഗി വഗീനെ കണ്ടില്ല. ഞാൻ ഈ ഗെയിം ഇപ്പം തന്നെ കുറ്റി ചെയ്യും, ഉറപ്പാ. ഈ കറണ്ട് ഹഗി വഗി വന്നില്ല, ഞാൻ ഈ ഗെയിം കുറ്റി ചെയ്യും, ഉറപ്പാ. ഒരു 5 മിനിറ്റും കൂടെ ഞാൻ സമയം തരും. 5 മിനിറ്റ് അല്ല, ഒരു 10 മിനിറ്റ് നടക്കട്ടെ. അതിനുള്ളിൽ ഹഗി വഗി വന്നില്ലേ, ഞാൻ ഈ ഗെയിം ക്വിറ്റ് ചെയ്യും, ഉറപ്പാണ്. സത്യം സത്യം സത്യം. അത് വേറെ കാര്യം. ഹഗി വഗി എന്താ? ടി വി വന്നിട്ടുണ്ട്. ഇനി ഹഗി വഗി വരണ്ടേ? ക്യാസറ്റ് എടുത്തിടണമല്ല. അത് കുറേ പരിപാടി ഇത് ചെയ്യണം. എൻ്റെ ദൈവമേ, ഈ ക്യാറ്റ്നാപ്പും ഉണ്ട്, ഹഗി വഗിയും ഉണ്ട്. 2 കണക്കാ. ഗൈസ്, ഹഗി വഗി. ഇതായിരുന്നു ഫസ്റ്റ് ഹഗി വഗി ആയിരുന്നു ആദ്യത്തെ മോൺസ്റ്റർ. പിന്നെ നമ്മുടെ മോമി ക്യാറ്റാപ്പ്. പിന്നെ 4th ഏത് മോൺസ്റ്റർ ആയിരിക്കും വരുന്നത്? നിങ്ങൾ ഗസ് ചെയ്യും. എനിക്ക് ഏതാണെന്നറിയാം, പക്ഷെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരത്തില്ല. നിങ്ങളത് തന്നെ കമൻറ്റ് ചെയ്യണം, ഏത് മോൺസ്റ്ററാണ് വരുന്നതെന്ന്. കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഐഫോൺ ഞാൻ തരും, ഉറപ്പാ. ഏത് മോൺസ്റ്ററാ പോപ്പി പ്ലേ ടൈം 4ൽ. ഇവിടെ ഈ ഹഗി വഗിക്ക് എന്നെങ്ങാണൊന്ന് ഹഗി വഗി ഇറങ്ങി വരുമോ TV-ന്ന്? എന്നിട്ട് വേണം ഇനി എനിക്ക് കറണ്ട് വരുത്താനുള്ള പരിപാടി. എന്തായാലും ഇവരെനിക്ക് കളിപ്പിക്കുമെന്ന് എനിക്കറിയാം. അത് വേറെ കാര്യം. ഇവരെവിടെ ചെന്നാലും കളിപ്പിക്കുമല്ലോ, അതല്ലേ ഇവരുടെ സ്ഥിരം പരിപാടി. ആ പരിപാടി ഇതുവരെയായിട്ട് ഇവർക്ക് മാറിയിട്ടില്ല. 1ലും ഇതുപോലായിരുന്നു. എന്തൊക്കെയായിരുന്നു? ടോയ് ശരിയാക്കണം, അത് ശരിയാക്കണം, ഇത് ശരിയാക്കണം, മെഷീൻ ഓണാക്കണം, എന്തൊക്കെയായിരുന്നു. ടോയ് അങ്ങനെ ശരിയാക്കി. പിന്നെ നമ്മുടെ മൂമി ലോങ് ലെഗ്സ്. എന്തൊരു ലോങ് ആയിരുന്നു ആ ഗെയിം. മൂമി ലോങ് ലെഗ്സിൻ്റെ ഗെയിമിലായിരുന്നു 3 വീഡിയോസേ ഉള്ളൂ. ഇനി പോപ്പി പ്ലേ ടൈം 3ൽ എത്ര ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് വേണം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പോയി നോക്കിയാൽ മതി, പ്ലേലിസ്റ്റ് കിട്ടിക്കോളും. അത് വേറെ കാര്യം. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഹഗി വഗി അല്ലേ. ഹഗി വഗീനെ എനിക്ക് TV-ന് പുറത്തുനിന്ന് കാണണം, അല്ലാതെ ഈ TV-ന്നൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമല്ല. നിങ്ങളൊന്നും ഈ ഹഗി വഗി വരുമോ? ഇത് ചിലപ്പോൾ ഗൈസ് ചുമ്മാ പറയുന്നതാണ്. ഹഗി വഗി ഒന്നും TV-ന്ന് ഇറങ്ങി വരത്തില്ല. അല്ലാതെ പിന്നെ ഞോണ അവിടെ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നത്. അല്ലാതെ ഹഗി വഗി ഒന്നും വരുത്തുന്നില്ല.
ഹഗ്ഗി വഗ്ഗി പറഞ്ഞാൽ എന്തുവാ മറ്റേത് അന്നത്തെ പോലെ എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ ഹഗ്ഗി വഗ്ഗി ഒന്നും പറ്റില്ല. പിന്നല്ല എന്തുവാ ഹഗ്ഗി വഗ്ഗി. ഹഗ്ഗി വഗ്ഗിക്ക് എന്താ പറ്റി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ടി വിയിൽ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. നേരത്തെ അവൻ ഒന്നായിരുന്നു, സാധാരണ ഹഗ്ഗി വഗ്ഗി തന്നെ ആയിരുന്നു. ഹഗ്ഗി വഗ്ഗിക്ക് ഹഗ്ഗി വഗ്ഗി എന്താ നൈറ്റ് മെയർ ഹഗ്ഗി വഗ്ഗി ആയി മാറി. അപ്പം യൂട്യൂബേഴ്സ് പറയുന്ന സത്യം തന്നെയാണ്. അത് വേറെ കാര്യം. എനിക്ക് ക്യാറ്റ്നാപ്പിനെ കാണണം. എനിക്ക് ക്യാറ്റ്നാപ്പിനെ കണ്ടില്ല എനിക്ക് സമാധാനം ഇല്ലെന്ന്. ക്യാറ്റ്നാപ്പ് കൊണ്ട് ഒരു പോപ്പി പ്ലേ ടൈമും ഉണ്ട്. അവനെന്തോ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചാണ് പാട്ട് കേട്ടോണ്ടിരുന്നാലോ? ഷൂ ഹഗ്ഗി വഗ്ഗി നമ്മളെ പിടിച്ചോണ്ട് പോയി. പിടിച്ചു കഴിഞ്ഞ് അപ്പം അതെന്തോ ഒരു ഹോളോഗ്രാം പോലത്തെ ഹഗ്ഗി വഗ്ഗി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ ആയിരുന്നു ഇരുന്നത്. നമുക്ക് ഹാൻഡൊന്നും ഇല്ലായിരുന്നു. അത് ആ പോപ്പി പ്ലേ ടൈമിൻ്റെ ആ റെഡ് സ്മോക്ക് നമ്മൾ കൊണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കൈയൊക്കെ തിരിച്ചു കിട്ടി. അപ്പം ചിലപ്പോൾ അതെന്തോ നമുക്ക് തോന്നലായിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. അല്ല, നമ്മളിവിടെ വന്ന കാര്യം അങ്ങ് മറന്നുപോയല്ലോ. നമ്മളിവിടെ വന്ന കാര്യം എന്തുവാ, ജനറേറ്റർ ഓണാക്കാനല്ലേ. അത് നമുക്ക് ആദ്യം ചെയ്യാം. ഇവിടെ ഇച്ചിരി എന്തൊക്കെയോ മിഷൻ ചെയ്യണം, അങ്ങനെ എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ പോപ്പി പ്ലേ ടൈം എന്ന് വെച്ചാൽ മിഷൻ്റെ ലോഗോ അല്ലേ. ആദ്യം ഒരു കുഞ്ഞ് ഗെയിമിൻ്റെ അത്ര ഉള്ളായിരുന്നു, ഒരു നെറ്റിപ്പോട്ടത്തിൻ്റെ അത്രയും പോലും ഇല്ലായിരുന്നു. ഇപ്പോഴോ നോക്കിയേ, ഇത്രയും ലോങ് ഗെയിം ഇതുവരെയായിട്ട് ഞാൻ കളിച്ചിട്ടില്ല. ഗ്രാനി പോലും ഇല്ല ഇത്രയും ലോങ്. ഗ്രാനി 5 ഇതിനെക്കാട്ടിലും ലോങ് ആണ്. ഒരു പാർട്ടൊക്കെ മതി ഗ്രാനി 5 കളിക്കാൻ. പക്ഷെ എന്തോ ഇത് എനിക്കൊന്നും പറയാനില്ല, അടിപൊളി തന്നെ. അതാണ്ട് ഇവിടെ എന്താ വണ്ടിയുണ്ട്, നമുക്ക് വലിക്കാം. പിന്നെ നമുക്ക് ഗ്യാസ് മാസ്ക് കിട്ടിയായിരുന്നു. അത് കണ്ടായിരുന്നോ? ഇവിടെ എന്തോ വലിച്ചു കാർ നീട്ടിക്കോ.
ഗൈസ് കാർ അങ്ങനെ വലിച്ചിട്ടുണ്ട്. ഇനി കാർ എങ്ങാണ്ടോ പോയി. ഗൈസ് അവിടെ ഗ്യാസ് മാസ്ക് വയ്ക്കണം, ഇല്ല നമ്മൾ ചാവും. ചത്താൻ പിന്നെ വീണ്ടും തുടങ്ങണമല്ലോ. ഗ്യാസ് മാസ്ക് എന്താ വരാത്തെ? വന്ന് ഗ്യാസ് മാസ്ക് ഭയങ്കര കൊള്ളാം. പക്ഷെ ഇതിനകത്ത് ഒന്നും കാണാൻ പറ്റത്തില്ല. 2 കണ്ണ് പോലെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം ഇരുട്ട് പോലെ. സൈഡൊന്നും കാണാൻ പറ്റത്തില്ല. ഈ ഹാൻഡല്ലായിരുന്ന പർപ്പിൾ ഹാൻഡാ ഇത്. ഗ്യാസ് മാസ്ക് മാറ്റിക്കോ. ഇനി ഇവിടെ ഒന്ന് ബാറ്ററി കണ്ടുപിടിക്കണം. ഇവിടെ കുറേ പരിപാടിയുണ്ട് ഗൈസ്. നിങ്ങളൊക്കെ ഇത് കാണണം. നിങ്ങൾ വിചാരിക്കും ബ്രോ ഫസ്റ്റ് ട്രൈ. ഫസ്റ്റൊന്നുമല്ല, 1000 പ്രാവശ്യം ഞാൻ ചെയ്തതാണ്. നിങ്ങളെയൊക്കെ എന്താ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ട്രൈ പോലെ കാണിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. ഇത് ചെയ്യണം, ഇനി എന്തെങ്കിലും ചെയ്യണം, എന്നാലേ ഇപ്പുറത്തോട്ടെന്ത് വരും. ഗൈസ് ഇവിടെ എന്താ സ്കാനിങ് ഉണ്ട്. സ്കാനിങ് വർക്കാവുന്നുണ്ട്. ഇവിടെ എന്തോ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഡോറ് തുറക്ക്. ഇവിടെ എന്തോ ഒരു കാസറ്റ് ഇടണം. കാസറ്റ് താണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ വേറെ ഒന്നുമില്ല, ആ കാസറ്റ് മാത്രമേ ഉള്ളൂ. ഇതാണ്ട് അവിടെ ഇട്ടാണ്. ഇനി എന്തുവാ, ഇനിയും കുറേ പരിപാടി ഉണ്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം. തീർത്തിട്ട് വേണം വേറെ പണിയുണ്ട് എനിക്ക്. എന്താ 133 മോൺസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാണോ അതോ വേണ്ടേ? പോവണം, അങ്ങനെ പറ. ഇനി നമ്മൾ എങ്ങനെ വഴി കണ്ടുപിടിക്കും? ഇങ്ങനെ കണ്ടുപിടിക്കണം. പോപ്പി പ്ലാറ്റൈം വഴിയൊന്ന്. ഇവിടെ കുരിയുണ്ട്. ഇവിടെ എന്തോ കുരിയുണ്ട് ഗൈസ്. ഈ കുരിന്നായിരുന്നല്ലോ നമ്മൾ വന്നേ. അത് വേറെ കാര്യം. പിന്നെ ഗൈസ് ഇവിടൊക്കെ കുറേ പരിപാടിയുണ്ട് ചെയ്യാൻ. എന്തുവാന്ന് ഒരു പിടിയുമില്ല. ഇതായിരുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വന്ന സ്ഥലം. നമ്മളെന്തുവാ റെഡ് സ്മോക്ക് കാരണം ഇത്രയും ലോങ് ആയത്. അത് വേറെ കാര്യം. ഇനി എന്തുവാ, നമ്മൾ വന്ന കാര്യം ഇതുവരെയായിട്ട് ചെയ്തില്ലല്ലോ ഗൈസ്. ഡാഡി ലോങ് ലെഗ്സ്. ഇത് ഡാഡി ലോങ് ലെഗ്സ്. മോമി ലോങ് ലെഗ്സിനെ കാണിച്ചു തരണമെങ്കിൽ അവിടോട്ട് പോയാൽ മതി. എവിടോട്ടാണ്? പോപ്പി പ്ലാറ്റൈനിലോട്ട്. അവിടെ ചെന്നാൽ മോമി ലോങ് ലെഗ്സ് നിങ്ങളെ കൊല്ലും. കൊന്നാൽ നിങ്ങൾ എങ്ങാണ്ടെങ്കിലും പോവും. അത് തന്നെ അർത്ഥം. മോമി ലോങ് ലെഗ്സ്. നീനെ നോമി നീതെ ദോതുമി നീതെ ദോതുമി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ക്യാറ്റ്നാപ്പിനെയാണോ അതോ പ്രോട്ടോടൈപ്പിനെയാണോ? പ്രോട്ടോടൈപ്പ് ഏറ്റവും വലിയ വില്ലൻ. ഗൈസ് ക്യാറ്റ്നാപ്പ് പോന്ന് പറഞ്ഞു തീർന്നില്ലല്ലോ. ക്യാറ്റ്നാപ്പല്ലേ പോയത്. അടിപൊളി. പിന്നെന്തുവാ, ഇവിടൊക്കെ കുറേ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പുറത്തോട്ട് പോകണേ നമ്മൾ എന്തോ ഒരു സംഭവം ചെയ്യണം, എന്നാലേ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെയോ ചെയ്താലേ അപ്പുറത്തോട്ട് പോകണം. അതിനുള്ള പരിപാടിയാണ് ഞാൻ ഈ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ പെട്ടിട്ടുണ്ട്. ഈ ഡോറ് തുറക്കണേ എന്തുവാ, നമ്മൾ ഇവിടെ പവറെല്ലാം കൊടുക്കണം. പവർ കൊടുത്താലേ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റും. ഇനി ഇവിടെ ഒന്നും നല്ല ബാറ്ററി കിട്ടുമോ? കിട്ടിയാൽ കൊള്ളാം, കിട്ടിയില്ലേ കൊള്ളത്തില്ല. അത് തന്നെ അർത്ഥം. ഇവിടെ ഡോറുണ്ട്. ഇത് തുറന്നേ. ഇത് തുറന്നാലേ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇവിടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ബാറ്ററി വെക്കേണ്ട സ്ഥലം. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഫോണിലുള്ള ബാറ്ററി ശതമാനം എത്ര എന്ന് പറയണം. ഇപ്പം പറയണ്ട, എപ്പോഴേലും പറഞ്ഞാൽ മതി, കമൻറ്റിൽ ഇട്ടാൽ മതി. ഇന്ന് തന്നെ വേണം, അതാ. അത് വേറെ കാര്യം. ഇവിടെ തൂങ്ങാനുള്ള സംഭവമുണ്ട്. വേഗം തൂങ്ങട്ടെ. തേങ്ങ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാൻഡ് പർപ്പിൾ ഹാൻഡാണ്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് വേറെ കാര്യം. എന്തുവാ ഇവിടെ കുറേ എന്തൊക്കെയോ നമ്മളങ്ങനെ മണ്ടയ്ക്കെത്തി ഗൈസ്, ടോപ്പിൽ. ഇനി എന്തുവാ പരിപാടി ഗൈസ്? അവിടെ എന്തോ ഒരു ജീവി കിടക്കുന്നു. ഇതെന്ത് ജീവിയാ? ഇതിങ്ങെടുത്തേ ഗൈസ്. എന്തോ പൊട്ടി വീണ്, എന്തുവാണോ എന്തോ. ഇനി ആ ബാറ്ററി ഉണ്ട്, നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കണം. എവിടെയായിരുന്നു? മറ്റേ സ്ഥലത്ത്. ഇവിടെ എന്തോ റാമ്പ് പോലത്തെ സംഭവമുണ്ട്. ഇതൊരു കൂടെ അപ്പുറത്തോട്ട് പോകണം, എന്നാലേ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ബാറ്ററി അവിടെ വെച്ചാൽ നമുക്ക് അടുത്ത എന്തെങ്കിലും പരിപാടി എക്സ്ട്രീമിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. കൊക്കരക്കൊരേ. അങ്ങനെ പവർ കൊടുത്തിട്ടുണ്ട്, ഒരു പവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹഗ്ഗി കുറേ സ്ഥലത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. അത് വേറെ കാര്യം. ഈ ഹഗ്ഗിക്കില്ലേ, ഈ ഹഗ്ഗിനെ എനിക്ക് ഏറ്റവും പേടിയായിട്ട് തോന്നാത്ത. മൂമി ലോങ് ലെഗ്സിനെ എനിക്ക് ചെറുതായിട്ടേ പേടി വന്നിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മൂമി ലോങ് ലെഗ്സിൻ്റെ സ്ഥലമൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന സ്ഥലമാണ്. ഹഗ്ഗിൻ്റെ അത്ര പേടിപ്പെടുത്തും, പക്ഷെ സ്ഥലം അത്ര പോരാ. അങ്ങനെ കഴിച്ച് നമ്മൾ മണ്ടയ്ക്കെത്തിയിട്ടുണ്ട്. പിന്നെ ഇനി ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഉണ്ടാവും. അത് വേറെ കാര്യം. ഇവിടെ എന്തോ ഒരു കാറ് വലിക്കാനുണ്ട്. കാറ് നമുക്ക് വലിക്കാം. കാറ് വലിച്ചിട്ടുണ്ട് ഗൈസ്. പലപോലെ അവിടെ പോയി ഇടിച്ചു കിടക്കും ഗൈസ്. നിങ്ങളൊക്കെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ എന്തുവാ കാറൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു ഇരുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ പോപ്പുലർ ടൈമിൽ സംഭവിച്ചത്. കണ്ടോ നിങ്ങൾ? കണ്ടല്ലേ പോപ്പുലർ ടൈമിൻ്റെ അതേ സ്വഭാവം. എനിക്ക് ഈ കാറ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ആ കാറ് ഭയങ്കര രസമാണ് കാണാൻ. ഇനി പിന്നെ നിങ്ങളെന്തുവാ, പിന്നെ ഞാൻ ഒന്നും കൂടെ പറയുവാണ്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കണും അമർത്തണം. ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയറും ചെയ്യണം. അത് വേറെ കാര്യം. ഇപ്പോൾ ഇനി തണ്ട് ഗൈസ്, ഇതുണ്ടോ ഈ ജീവിൻ്റെ പേരെന്തുവാ? ഈ ജീവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പേരാണ് പിക്കി. കൊള്ളാല്ല പേര്, നൈസ് പേരാ. ഞാനങ്ങ് മറന്നുപോയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കിട്ടിയ. ഹഗി വാഗി ഹഗി വാഗി ഹഗി വാഗി ഹഗി വാഗി ഹഗി വാഗി ഹഗി വാഗി ഹഗിയാണ് മോൺസ്റ്റേഴ്സിലെ ഏറ്റവും ഡേഞ്ചറസ്. ഇനി എന്തുവാ ഗൈസ്, ഗെയിം ഇവിടെ സേവിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.